ஹொரர் வேணுமா ஹொரர் இருக்குது, സർവൈവൽ വേണുമാ സർവൈവൽ இருக்குது, ഇനി റോംകോം വേണുമാ അതും இருக்குது. ഏത് ജോണർ എടുത്താലും ഹിറ്റ്, അതും ബാക്ക് ടു ബാക്ക്. മലയാളത്തിൻ്റെ പുത്തൻ വിശേഷങ്ങൾ നോക്കാം. അതിനു മുൻപ് എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ഹായ് സിനിമ. മോളിവുഡിൻ്റെ ഭാഗ്യവർഷം തന്നെയാണ് 2024 എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. കാരണം ഇറങ്ങുന്ന സിനിമകൾക്ക് അത്രത്തോളം ഇമ്പാക്റ്റ് തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഫെബ്രുവരി, മാർച്ച് പോലുള്ള നോമ്പ്, എക്സാം തുടങ്ങിയ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത് കുറവായ ഈ ടൈമിൽ അതും ബാക്ക് ടു ബാക്ക് പടങ്ങളിറക്കി വൻ ഹിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടി, 100 കോടി, 200 കോടി, ഇനി 300-ഉം അതിനു മുകളിലും കളക്ഷൻ നേടി ബോക്സ് ഓഫീസിലും മറ്റ് ഇൻഡസ്ട്രിക്ക് മുൻപിൽ തൻ്റെ പൊട്ടൻഷ്യൽ കാണിക്കുകയാണ് സ്മോൾ ഇൻഡസ്ട്രി എന്ന് പലരും പറയുന്ന നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, അടിക്കുന്ന അടിയിൽ അങ്ങ് മറ്റ് ഫിലിം ഇൻഡസ്ട്രിക്ക് പോലും കിട്ടുന്നുണ്ട് ബട്ടർഫ്ലൈ എഫക്റ്റ്. തമിഴിൽ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ വന്ന് അഭിനയിച്ച ലാൽ സലാമിന് പോലും രക്ഷയുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് പോയ മഞ്ഞുമലിലെ കുറച്ച് പിള്ളേർ കാരണം. നമ്മുടെ മലയാള സിനിമ കാരണമാണ് തമിഴ്നാട്ടിലും മറ്റ് ഇൻഡസ്ട്രികളിലും പല തിയേറ്റേഴ്സും ഇപ്പോൾ 2 മാസമായി പിടിച്ചു നിൽക്കുന്നതെന്ന് അവർ തന്നെ പറയുമ്പോൾ ഇതിനും പ്രൈഡ് മൊമെൻറ്റ് നമുക്ക് വേറെയില്ല. ഇതുവരെ മറ്റ് ഇൻഡസ്ട്രിയുടെ വലിയ ചിത്രങ്ങൾ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാള സിനിമകൾ റിലീസ് മാറ്റുകയോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ മൊത്തമായി മാറ്റുമായിരുന്നു. എന്നാൽ നമ്മുടെ സിനിമകൾ ഇപ്പോൾ അവിടെ നന്നായി ഓടുന്നത് കാരണം അവരുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പടം ഇറക്കാൻ ഭയപ്പെടുന്നു. കാരണം നമ്മുടെ കണ്ടൻറ്റുകളാണ് കിങ്. ത്രില്ലർ, സർവൈവൽ, കോമഡി, ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ ഏത് ജോണർ എടുത്താലും മികച്ച മേക്കിംഗ്, എക്സിക്യൂഷനും എല്ലാം കൊണ്ട് മലയാള സിനിമ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾക്കായാലും ഇനി ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമകൾക്കായാലും നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസ് വെയിറ്റിങ്ങിലാണ്. പണ്ട് ബാഹുബലിയും KGF-ഉം കാന്താരിയുമെല്ലാം ഇവിടെ വന്ന് തിയേറ്റർ ഭരിച്ചതുപോലെ ഇപ്പോൾ ബ്രഹ്മയുഗവും പ്രേംലുവും മഞ്ഞുമലും ഇതാ ഇപ്പോൾ ആടുജീവിതവും അതർ സ്റ്റേറ്റ് തിയേറ്റേഴ്സ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് പറഞ്ഞതുപോലെ ഒറ്റ കാരണമേ ഉള്ളൂ, കണ്ടൻറ്റും അതിൻ്റെ പ്രസൻറ്റേഷൻ രീതിയും. ബ്രഹ്മയുഗവും ആടുജീവിതവും പോലെയുള്ള സിനിമകൾ മലയാളത്തിൽ നിന്നല്ലാതെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് പോയിട്ട് ഇതെല്ലാം ഒന്ന് റീമേക്ക് ചെയ്യാൻ പോലും ധൈര്യപ്പെട്ടു എന്ന് വരില്ല. ഇത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് അതിശയത്തോടും അസൂയയോടും നമ്മുടെ ഇൻഡസ്ട്രിയെ നോക്കിക്കാണുന്നു. പണ്ടൊരു 50 കോടി, 100 കോടി കളക്ഷൻ കിട്ടണമെങ്കിൽ ലാലേട്ടൻ പടങ്ങൾ തന്നെ ഹിറ്റാവണം. എന്നാൽ ഇന്നത് മാറി. കാരണം നമ്മുടെ സിനിമകൾക്ക് വൈഡ് തിയേറ്റർ റിലീസുകൾ അതർ സ്റ്റേറ്റ്സിലും ഓവർസീസിലും ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു നല്ല സ്റ്റാർട്ടാവട്ടെ. രാജോട്ടൻ പറയുന്നത് പോലെ നമ്മുടെ മോളിവുഡിൽ നിന്നും ഒരു ഹ്യൂജ് KGF-ഉം കാന്താരിയും ബാഹുബലിയും പോലെയുള്ള പടങ്ങൾ ഉണ്ടാവട്ടെ. അതിനുള്ള സ്പാർക്കെല്ലാം ഏതാണ്ട് തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ റിലീസായ ചിത്രങ്ങളായാലും ഇനി വരാനിരിക്കുന്ന സിനിമകളായാലും ഈ ഒരു സക്സസ് മീറ്റർ ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ കണ്ടൻറ് വൈസ് ആയാലും ബോക്സ് ഓഫീസ് വൈസ് ആയാലും നല്ലൊരു റിമാർക്കബിൾ മോളിവുഡ് സിനിമാറ്റിക് ഇയർ തന്നെയായിരിക്കും 2024.